അപ്പോൾ ഇന്നാണ് നമ്മുടെ കോമ്പറ്റീഷൻ ഡേ കേട്ടോ. ഞാൻ ദേ രാവിലെ തന്നെ എഴുന്നേറ്റ് കുളിച്ച് റെഡി എനിക്ക് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ ബാഗിലേക്ക് എടുത്തിട്ട് ഞാൻ ഇറങ്ങി കേട്ടോ. അപ്പോൾ രാമചന്ദ്രൻ വരെ നേരെ പോകണമായിരുന്നു. അങ്ങനെ രാമചന്ദ്രനിലേക്കാണ് നേരെ ഞങ്ങൾ വന്നത്. കാരണം അബിക്ക് ട്രഡീഷണൽ വെയറിൻ്റെ സ്ലിപ്പർ വാങ്ങണമായിരുന്നു. വേറെ 2-3 ഇടത്ത് ഞങ്ങൾ അന്വേഷിച്ചു, അപ്പോൾ കിട്ടിയിട്ടില്ല. അപ്പോൾ ട്രഡീഷണൽ വെയറിന് അതിൻ്റേതായ സ്ലിപ്പർ തന്നെ വേണം. അങ്ങനെ ഞങ്ങൾ രാമചന്ദ്രൻ വന്നു. രാവിലെ 10 മണിയായിട്ടു. രാവിലെ 10 മണിക്ക് തന്നെ ഇവിടെ അത്യാവശ്യം നല്ല തിരക്കുകൾ വന്നു തുടങ്ങിയെന്നാണ് തോന്നുന്നത്. എല്ലാവരും നല്ല ഡ്രസ്സിൻ്റെ സെക്ഷനിലാണ് ഗ്രൗണ്ട് ഫ്ലോറിലും ഫസ്റ്റ് ഫ്ലോറിലൊക്കെ ആയിട്ട് നിൽക്കുകയാണ്. ഞങ്ങളൊന്നും നോക്കിയിട്ടില്ല. ഞങ്ങളങ്ങോട്ട് അങ്ങോട്ട് പിടിക്കുകയാണ്. 3rd ഫ്ലോർ നോക്കിയാണ് നടക്കണത്. അങ്ങനെ അബിക്ക് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ അവൻ്റെ ബാഗിലും എനിക്ക് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ എൻ്റെ ബാഗിലും ഇത് ഞങ്ങൾ 3 പേരും കൂടി നടക്കുകയാണ്. അങ്ങനെ ഒന്നും നോക്കിയില്ല. 3rd ഫ്ലോറിൽ എത്തിയപ്പോൾ ആദ്യം തന്നെ നമ്മൾ സെൽഫിയും വീഡിയോ എടുക്കണമല്ലോ, അതാണല്ലോ നമ്മുടെ ചടങ്ങ്. അതൊക്കെ കഴിഞ്ഞു ഞങ്ങൾ സ്ലിപ്പർ നോക്കാൻ തുടങ്ങി കേട്ടോ. അപ്പോൾ ഇതൊക്കെ കഴിയാണ്ട് നമുക്ക് സ്ലിപ്പർ നോക്കാൻ മനസ്സിനൊരു സമാധാനം കിട്ടാത്തത് കൊണ്ട് അങ്ങനെ സ്ലിപ്പറിൻ്റെ കളക്ഷൻസിലെത്തിയപ്പോൾ അയ്യോ ആകെ കൺഫ്യൂഷൻ ആയില്ല ഇപ്പോൾ ഏതാ എടുക്കുക എന്നുള്ളത്. കാരണം ഒരുപാട് നല്ല കളക്ഷൻസ് ഉണ്ടായിരുന്നു. ട്രഡീഷണൽ വെയറിൻ്റെ തന്നെ ഷൂസ് ആയാലും ചപ്പൽ മോഡലായാലും. അങ്ങനെ കണ്ണ് നേരെ ഇതിലേക്കാണ് ഉടക്കിയത്. പക്ഷേ എന്താ ചെയ്യുക അല്ലേ, ഇതിൻ്റെ വലിയ സൈസ് കിട്ടിയിട്ടില്ല, അത് ചെറിയ സൈസാണ്. അങ്ങനെ തന്നെ ഞങ്ങൾ വേറൊരു ചെരുപ്പ് എടുത്തു. നേരെ ഫാൻസിയിലേക്ക് തന്നെ 3rd ഫ്ലോറിൽ തന്നെ ലാസ്റ്റ് സൈഡാണ് ഫാൻസി. അപ്പോൾ ഫാൻസിയിലേക്ക് വന്നു. കുറച്ച് യു-പിൻ, സേഫ്റ്റി പിൻ അങ്ങനത്തെ സാധനങ്ങളൊക്കെ വാങ്ങിക്കണമായിരുന്നു. അപ്പോൾ ആവശ്യമുള്ള സാധനങ്ങളൊക്കെ വാങ്ങി ഞങ്ങൾ നേരെ പോത്തീസിൻ്റെ സ്വർണ്ണമകൾ ഫ്ലോറിലെത്തി. അപ്പോൾ എല്ലാവരും ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. കാരണം ചെറിയ കുട്ടികളുടെ പരിപാടികൾ ആരംഭിച്ചപ്പോൾ ആളുകൾ വന്നു തുടങ്ങി. അപ്പോൾ എല്ലാവരും വന്നു തുടങ്ങിയത് കാരണം ഞങ്ങളും ഞങ്ങളുടെ ടീം മെമ്പേഴ്സിനെ കാത്തിരിക്കുന്നുണ്ട്. വേറൊന്നും നോക്കിയിട്ടില്ല. എല്ലാം സ്റ്റാർട്ടായി. മേക്കപ്പും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് എല്ലാവരും നിൽക്കുകയാണ്. അങ്ങനെ കോമ്പറ്റീഷൻ കഴിഞ്ഞ് ഞങ്ങൾ വന്നു. ശരിക്കും കോമ്പറ്റീഷൻ്റെ വീഡിയോസും ഫോട്ടോസൊക്കെ നാളെ തരാം കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഫോൺ യൂസ് ചെയ്യാൻ പറ്റില്ലല്ലോ. ഫോണൊക്കെ ബാഗിൽ ഇട്ടിട്ടാണ്. അപ്പോൾ എല്ലാം കഴിഞ്ഞു ഡ്രസ്സൊക്കെ മാറി പഴയതുപോലെ തന്നെ വന്നിരിക്കുകയാണ്. കണ്ടില്ലേ, ഇതൊക്കെ നമ്മളെ ചെക്കന്മാരാണ്. ഞങ്ങൾ ആകെ 3 പെൺകുട്ടികളും 12 ചെക്കന്മാരും കേട്ടോ നമ്മുടെ ടീമിൽ. അപ്പോൾ ഇതൊക്കെ നമ്മൾ ബ്ലാക്ക് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഡ്രസ് കോഡാണ്. അപ്പോൾ നമ്മൾ അടിപൊളിയായിട്ട് വന്നിരിക്കും. നമ്മുടെ ഡ്രസ്സ് മാനുണ്ട്, നമ്മുടെ മേക്കപ്പ് മാനുണ്ട്, എല്ലാവരും നമ്മളെ കൊറിയോഗ്രാഫർ, നമ്മുടെ CEO എല്ലാവരും ഉണ്ട് കേട്ടോ. നമ്മളിത് അടുത്ത ലാസ്റ്റ് ഒരു ടീമിൻ്റെ കോമ്പറ്റീഷൻ കൂടി ഉണ്ട്. അതും കൂടി കഴിഞ്ഞാലാണ് പ്രൈസ് അനൗൺസ്മെൻറ്റ്. അപ്പോൾ അവർക്ക് വേണ്ടി വെയിറ്റ് ചെയ്തിട്ടാണ് കേട്ടോ നമ്മളിരിക്കുന്നത്. അങ്ങനെ സാധനങ്ങളൊക്കെ കെട്ടിപ്പറക്കി വിശന്ന് ആകെ തളർന്നൊരു പരുവായിട്ടാണ് എല്ലാവരും വയറും തടവിക്കൊണ്ടിരിക്കുന്നത്. കാരണം ആർക്കും ഒട്ടും വയ്യ. രാത്രിയായി 10:30 അപ്പോൾ ഒട്ടും വയ്യ. പിന്നെ ഒന്നും നോക്കിയിട്ടില്ല. ഇതും കൂടി കഴിഞ്ഞ് പ്രൈസൊക്കെ അനൗൺസ്മെൻറ്റൊക്കെ കഴിഞ്ഞിട്ട് പോകാമല്ലോ എന്ന് കരുതി ഇരിക്കുകയാണ്. അങ്ങനെ നമ്മുടെ ടീം മെമ്പേഴ്സാണ് കേട്ടോ. എല്ലാ ടീമിൻ്റെ ടീം മെമ്പേഴ്സ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ബാക്കി എല്ലാവരും ഓരോരുത്തരായി പോയി തുടങ്ങിയായിരുന്നു ആ സമയത്തൊക്കെ. പിന്നെ ഷോപ്പും ക്ലോസ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ 2nd ഫ്ലോറിലാണ് പരിപാടി നടക്കുന്നത്. അങ്ങനെ എല്ലാവരും ഇവിടെ കണ്ടില്ല, ഇവർ ഭയങ്കര ചർച്ചയിലാണ്. ചർച്ച വേറൊന്നും അല്ല, ടീമിന് ഇപ്പോൾ പ്രൈസ് കിട്ടുമോ ഇല്ലയോ എന്നുള്ള ചർച്ചയിലാണ്. അങ്ങനെ വേറെ ഒന്നും നോക്കിയില്ല. നമ്മൾ പ്രൈസ് വാങ്ങാണ്ട് ഇറങ്ങുന്ന ശീലമില്ലാത്തത് കൊണ്ട് തന്നെ അമാര ഫാഷൻ ഹബ്ബ് പ്രൈസുമായിട്ടാണ് ഇറങ്ങിയിരിക്കുന്നത്. പിന്നെ എല്ലാവർക്കും സർട്ടിഫിക്കറ്റ് ഉണ്ട്. അമാരയുടെ സർട്ടിഫിക്കറ്റും ഉണ്ട്, പോത്തീസിൻ്റെ സർട്ടിഫിക്കറ്റും ഉണ്ട്. അപ്പോൾ പോത്തീസിൻ്റെ സർട്ടിഫിക്കറ്റ് അവിടെ നിന്ന് തന്നെ കിട്ടിയായിരുന്നു. കണ്ടില്ലേ, നല്ല അടിപൊളിയായിട്ട് പേരൊക്കെ വെച്ച് അങ്ങനെ ഒരു സർട്ടിഫിക്കറ്റും കിട്ടി ഗൈസ്. അങ്ങനെ നമുക്ക് നല്ല വിശപ്പ്. നേരെ ഹോട്ടലിലേക്ക് വെച്ച് പിടിക്കാമെന്ന് ഞങ്ങൾ നേരെ ഹോട്ടലിലേക്ക് എത്തി. എല്ലാവരും ഹോട്ടലിലൊന്നും ഇല്ല എന്ന് പറഞ്ഞു. ലാസ്റ്റായിട്ട് ഉണ്ടായിരുന്നത് ചിക്കൻ ഫ്രൈയും പിന്നെ പൊറോട്ടയും പുട്ടുമാണ്. എല്ലാവരും പൊറോട്ട ഓർഡർ ചെയ്തു. എനിക്ക് പുട്ടായിരുന്നു ആവശ്യം. കാരണം എനിക്ക് പൊറോട്ട വേണ്ട, ഞാൻ കഴിക്കത്തില്ല. അങ്ങനെ വേറെ ഒന്നും നോക്കിയിട്ടില്ല. പുട്ട് ചോദിച്ചപ്പോൾ പുട്ടില്ല, എന്തോ കുറച്ച് പുട്ടാണ് ഉള്ളതെന്ന് പറഞ്ഞു. ഒന്നും നോക്കില്ല. ചേട്ടാ അതിങ്ങ് തായോ എന്ന് പറഞ്ഞു. വിശന്നിട്ട് തീരെ വയ്യായിരുന്നു. എല്ലാവരും ആകെ ഉറക്കം തൂങ്ങി വിശന്നുമായിട്ടിരിക്കുന്നത്. അങ്ങനെ ഫുഡും കാര്യങ്ങളൊക്കെ വന്നു. എല്ലാവരും കഴിക്കാൻ തുടങ്ങി. എനിക്കും അങ്ങനെ പുട്ട് കൊണ്ടുവച്ച് ഞാനും കറിക്ക് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുകയാണ് ഗൈസ്. അങ്ങനെ വേറെ ഒന്നും നോക്കിയിട്ടില്ല. വിശപ്പ് കാരണമാണെന്ന് തോന്നുന്നു. ഞാനൊന്ന് കണ്ണടച്ചിട്ട് ഞാൻ തുറക്കുമ്പോഴത്തേക്ക് എല്ലാവരുടെ പ്ലേറ്റും കാലിയായിരുന്നു, പാത്രങ്ങളൊക്കെ കാലിയായിരുന്നു. അങ്ങനെ ഓരോ ജ്യൂസും ഷേക്കൊക്കെ ഓർഡർ ചെയ്തു. അതും കുടിച്ചു ഞങ്ങൾ. അങ്ങനെ വേറെ ഒന്നും നോക്കിയിട്ടില്ല. ഞാനൊരു വാട്ടർമെലനാണ് പറഞ്ഞത്. എല്ലാം കുടിച്ചു കഴിഞ്ഞിട്ട് നേരെ ഓട്ടോ പിടിച്ച് വീട്ടിലേക്കാണ്. ബാക്കി വീഡിയോ ഞാൻ നാളെ അപ്ലോഡ് ചെയ്യുന്നതാണ്. തീരെ വയ്യ. ബൈ ബൈ.